മുംബൈ പൈഥുനിയിലെ 4 കുടുംബത്തിന്റെ മരണകാരണം എലിവിഷം ശരീരത്തിൽ ചെന്നതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മരിച്ചവരുടെ ശരീരത്തിൽ സിങ്ക് ഫോസ്ഫേറ്റ് എന്ന മാരക വിഷാംശത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. കുടുംബം കഴിച്ച തണ്ണിമത്തനിലൂടെ എലിവിഷത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അറിയുന്നത്. സായ് കുമാർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സായ്, അപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ മരണകാരണമായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച നടക്കുകയും അത് വലിയ രീതിയിൽ ആളുകൾ അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ എലിവിഷമാണ് ഉള്ളിൽ ചെന്നതെങ്കിൽ അതെങ്ങനെ ഈ കുടുംബം എങ്ങനെ കഴിച്ചു, അവരുടെ ഉള്ളിലേക്ക് അത് എങ്ങനെ എത്തി? ഇപ്പോഴും അപ്പോൾ ദുരൂഹത ബാക്കിയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഷിഹാസ്, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയുണ്ടാക്കിയൊരു മരണമാണ്. ഒരു കുടുംബത്തിലെ 4 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ അവസാനമായി ഭക്ഷിച്ചത് തണ്ണിമത്തനാണ്. അപ്പോൾ തണ്ണിമത്തനിൽ നിന്നാണോ ഈ ഒരു മരണം സംഭവിച്ചത് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാപക പ്രചാരണം ലഭിക്കുന്നുണ്ടായിരുന്നു അന്ന്. അത് വലിയ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വാട്സാപ്പുകളിലൂടെയൊക്കെ പ്രചരിക്കുകയും ചെയ്തു. കാരണം ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷിക്കുന്നൊരു ഭക്ഷ്യവസ്തു എന്ന രീതിയിൽ അത് തണ്ണിമത്തൻ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപത്തുണ്ടാക്കും എന്ന രീതിയിൽ പോലും ചർച്ചകൾ പോയി. പക്ഷെ അന്ന് തന്നെ ഇതിൽ എന്തോ ഒരു വിഷാംശം ഇവരുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ളൊരു ഫോറൻസിക് കണ്ടെത്തലുണ്ടായിരുന്നു. അതിപ്പോൾ വിശദമായി പരിശോധിച്ചതിനൊടുവിലാണ് ഇപ്പോൾ ആ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് എലിവിഷമാണ് എന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4 പേരുടെയും ശരീരത്തിൽ എലിവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ തണ്ണിമത്തനിൽ തന്നെയാണ് വന്നത്. ഈ തണ്ണിമത്തനിൽ എലിവിഷം എങ്ങനെ വന്നു എന്നതാണ് ഇനി കണ്ടുപിടിക്കേണ്ട കാര്യം. അതിൽ ദുരൂഹതയുണ്ട്. അത് ആത്മഹത്യയാണോ അതോ മറ്റാരെങ്കിലും അത് കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്തായാലും എലിയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷാംശം ഇവരുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നതായാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ാം തീയതിയാണ് അബ്ദുള്ള തൊഗാഡിയ, അദ്ദേഹത്തിന്റെ ഭാര്യയായ നസ്രീൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവർ മരിച്ചത്. സംഭവ ദിവസം മുംബൈയിൽ തങ്ങളുടെ വീട്ടിൽ ഇവർ ബന്ധുക്കൾക്കായി ഒരു വിരുന്നൊരുക്കിയിരുന്നു. ബന്ധുക്കൾ പോയ ശേഷമാണ് ഇവർ ഈ തണ്ണിമത്തൻ കഴിക്കുന്നത്. പിന്നാലെ ഉറങ്ങാൻ കിടന്നെങ്കിലും 5 മണിയോടുകൂടി ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടു. ആദ്യം ഡോക്ടറെ കാണിച്ചു, പിന്നീട് അവർ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ആത്മഹത്യയല്ല എന്ന രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്. പക്ഷേ തണ്ണിമത്തനിൽ എങ്ങനെ ഈ എലിവിഷത്തിന്റെ സാന്നിധ്യം വന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ഏകദേശം സൂചിപ്പിച്ചതുപോലെ ഒരു ദുരൂഹത ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തലച്ചോർ, ഹൃദയം, കുടൽ എന്നിവ ഉൾപ്പെടുന്ന ചില ആന്തരികാവയവങ്ങൾ പച്ച നിറമായതായി കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു വിഷാംശത്തിന്റെ സാന്നിധ്യം സംശയിച്ചത്. അത് വിശദമായി പരിശോധിക്കുമ്പോഴാണ് അത് എലിവിഷമാണ് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എങ്ങനെ ഈ എലിവിഷം ഈ തണ്ണിമത്തനിൽ വന്നു എന്ന രീതിയിലേക്കാണ് ഇനി അന്വേഷണം വ്യാപിക്കാൻ പോകുന്നത്. ശരി, സായ് കുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. സായ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എലിവിഷം കഴിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിന് പോലും കാരണമായേക്കാം എന്നുള്ള തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പോലും നടന്നിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് തണ്ണിമത്തനല്ല അവരുടെ മരണത്തിനുള്ള കാരണം. തണ്ണിമത്തൻ അങ്ങനെ ഒരു അപകടകാരിയായ ഒരു ഭക്ഷ്യവസ്തുവുമല്ല. അവരുടെ ഉള്ളിൽ എലിവിഷം എത്തിയിരുന്നു. അതിനുള്ള കാരണത്തിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ഇടവേളയ്ക്ക് ശേഷം